തമിഴ്നാട്ടിലെ പേരുകേട്ട ചെട്ടിനാട് നിർമ്മിതികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും കൂടുതൽ തടി ഉപയോഗിച്ചിട്ടുള്ള അപൂർവമായ നിർമ്മിതികളുള്ള സ്ഥലമാണ് ചെട്ടിനാട്. ഇതെല്ലാം കട്ടളയിലുള്ള കൊത്തുപണികളൊക്കെയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ബർമ തേക്കാണ് എല്ലാം. അന്നത്തെ കാലത്ത് ഷിപ്പിൽ കൊണ്ടുവന്ന് ചെയ്തിട്ടുള്ള വർക്കുകളാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ പഴയ നാലുകെട്ട്, കേരളത്തിലെ തന്നെ പഴയ നാലുകെട്ട് എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. പക്ഷെ അത് നമ്മൾ നടന്ന് നോക്കുമ്പോഴത്തേന് ഏകദേശം നമ്മളൊരു 2 ഭാഗം നടന്നു കഴിയുമ്പോഴാണ് നടുമുറ്റം ഭാഗം വരുന്നത്. അതിനുശേഷം അതിൻ്റെ ബാക്ക് സൈഡിലേക്കും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. തൂണെല്ലാം ഒറ്റത്തടിയിൽ തീർത്തിട്ടുള്ള തൂണുകളാണ്. ഇതൊരു കട്ടളയുടെ മുകളിൽ പണിത് വെച്ചിരിക്കുന്ന ഈ ശ്രീകൃഷ്ണൻ, ദേവി അങ്ങനെയുള്ള രൂപങ്ങൾ പലതും കട്ടളയുടെ മുകൾ ഭാഗത്തായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. ഓരോ റൂമിനുമുള്ള കട്ടളയുടെ മുകളിലായിട്ട് അതിൽ നിരവധി രൂപങ്ങളുണ്ട്. ഏകദേശം നമ്മുടെയൊക്കെ ഒരു വിരലിൻ്റെ അത്ര വലിപ്പത്തിൽ വരെയുള്ള രൂപങ്ങൾ അതിനകത്ത് കൊത്തി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുമാത്രം അടുത്ത് നിന്ന് നമുക്ക് റെക്കോർഡ് ചെയ്താലാണ് അതിൻ്റെ ആ ഓരോ രൂപങ്ങളും എന്തൊക്കെ ആണ് കൊത്തിയിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്ര ചെറുതാണ്. എന്നിട്ടും നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇതൊരു കട്ട്ളയുടെ കോർണിഷ് ഭാഗമാണ്. ഈ കോർണിഷ് ഭാഗം കട്ട്ള, അതായത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പല വർക്ക്ഷോപ്പുകളിലും അവിടെ പോയി കണ്ടപ്പം 2 തടി ഉപയോഗിച്ച് പല കനത്തിൽ ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടിരിക്കാം. പക്ഷേ പഴയ വീടുകളിൽ ഒറ്റത്തടി കട്ട്ള തന്നെ ഉണ്ട്. എന്നിരുന്നാലും അതിൻ്റെ പുറത്തേ ഉള്ളത് നമുക്ക് മറ്റൊരു ലെയറായിട്ടാണ് കാണാൻ കഴിയുന്നത്. പുറത്തുള്ള കൊത്തുപണികളും ചിത്രപ്പണികളും ഒക്കെ അപൂർവമായ ചിത്രപ്പണികളാണ് ചെയ്തിരിക്കുന്നത്. കഴുക്കോലിൻ്റെ അവിടുത്തെ വർക്കുകളൊക്കെ ഇപ്പോൾ കാണുന്നത് നമ്മൾ ആ നടുമുറ്റം ഭാഗത്ത് വരുന്നത് കഴുക്കോലിൻ്റെ ഇറക്കം ആണ് കാണുന്നത്. പിന്നെ ഈ തൂണുകളുണ്ടല്ലോ, തൂണുകളുടെ എല്ലാം നമ്മുടെ ഭൗതികയുടെ അറ്റത്തെല്ലാം ഓരോ തൂണിനും വ്യത്യസ്തമായ വർക്കുകളാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ചിലതിൽ കൂമ്പ് കാണാം, ചിലതിൽ പക്ഷിയെ കാണാം, ചിലതിൽ തത്ത വന്നിരുന്ന് തേൻ കുടിക്കുന്നത് കാണാം, അല്ലെങ്കിൽ പഴം കഴിക്കുന്നത് കാണാം. ഇങ്ങനെ നിരവധി വ്യത്യസ്തങ്ങളായിട്ട് ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ഒരു വർക്കിൽ നിന്നും മറ്റൊരു വർക്കിലേക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത്ര ഡീറ്റെയിൽഡായിട്ടാണ് ആ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ചെറിയ ഓടുകളാണ്. ഇതും മറ്റൊരു കട്ടളയുടെ മുകളിലുള്ളതാണ്. ഇതിനകത്ത് മഹാവിഷ്ണുവിനെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അനുബന്ധമായിട്ട് മറ്റ് അനേകം ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള രൂപങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. യുദ്ധങ്ങളെ അടിസ്ഥാനമാക്കി അല്ലാതെ പിന്നെ ഗജലക്ഷ്മിയുണ്ട്. അങ്ങനെ പല രൂപങ്ങൾ അതിനകത്ത് ചെയ്തു വച്ചിട്ടുണ്ട്. ഇത് വരാന്ത ഭാഗമാണ്. താഴെ ഇട്ടിരിക്കുന്ന ടൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്തക്കുടി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അകത്തോട്ട് നടന്നു വന്നു കഴിയുമ്പോൾ പിന്നീടും ഒരു കയറി ചെല്ലാവുന്നൊരു തിണ്ണ ഭാഗം പോലെ ഒരു ഭാഗമുണ്ട്, വരാന്ത പോലെ. ഇത് പെയിൻ്റ് അടിച്ച് സംരക്ഷിക്കും. ഇതൊരു ലക്ഷ്മിയുടെ രൂപമാണെന്ന് തോന്നുന്നു. ഇത് ചെറു കട്ടളകളാണ്. ബാക്കിയെല്ലാം ചെറു കട്ടളയെന്ന് പറയുമ്പം തന്നെ അത് നല്ല വലിപ്പമുണ്ട്. അവിടുത്തെ നിർമ്മിതിയെ അപേക്ഷിച്ച് ചെറിയ കട്ടളകളാണ്. തൂണിൻ്റെയൊക്കെ ഒരു കലവറ തന്നെയാണ് ഒരു വീട്. എത്രയോ തൂണുകൾ ചേരും ഒരു വീടുണ്ട്. ഇത് ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ വീണ്ടും ഉണ്ട്. ഇതൊട്ട് മുകളിലോട്ട് കയറുന്ന അവരിപ്പോൾ അത് ബന്ദ് ചെയ്തിരിക്കുകയാണ്. മുകളിലോട്ട് നമ്മളെ കയറ്റി വിടത്തില്ല. മുകളിലോട്ട് കയറ്റി വിടുന്നതായിരുന്നെങ്കിൽ നമുക്കത് അവിടെയും കൂടെ നമുക്ക് കാണാൻ പറ്റിയാണ്. ഇത് തന്നെ വളരെ അവർ സമ്മതിക്കാത്തതാണ്. വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. വളരെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയെങ്കിലും ചെയ്യാൻ സമ്മതിച്ചത്. തൂണുകളുടെയൊക്കെ ചെറിയ, അത് കുറച്ചിടമൊക്കെ നടന്ന് പോയി കാണുന്നുണ്ട്. എന്നാലും ചെറിയ ആ വർക്കുകൾ വളരെ ഭംഗിയാണ്. അത് കണ്ട്
അന്നത്തെ കാലത്തെ തടിപ്പണി ചെയ്യുന്നവരുടെ കരവിരുതും എല്ലാം നമുക്ക് അതിമനോഹരമായിട്ടാണ് കാണുന്നത്. ബീമൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കോൺക്രീറ്റ് ബീമിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെയാണ് ബർമ തേക്കിൻ്റെ ബീമൊക്കെ സൈസ് ചെയ്ത് കൊടുവെടുത്ത് ഇറക്കിയാണ്. കൊടുവെടുത്ത് അത് അതേപോലെ തന്നെ ഇറക്കിയിട്ടാണ് മച്ചതിൻ്റെ മണ്ടയ്ക്ക് ചെയ്തിരിക്കുന്നത്. അതിലോട്ടാണ് തൂണും ബോധിയും കൂടെ ചെന്ന് ചേരുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം, ഓരോ തൂണിനും പല പല രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇത് അന്നത്തെ കാലത്തെ ഒരു ചിത്രമാണ്. അവിടുത്തെ തഞ്ചാവൂർ ചിത്രരീതിയോ അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞത്. പിന്നീട് ഇതിൻ്റെ താക്കോലിൻ്റെ ഏകദേശം മെയിൻ ഡോറിൻ്റെ താക്കോലിന് ഏകദേശം ഇത്രയും നീളത്തോളം ഉണ്ട്. ഇത് നമ്മുടെ മെയിൻ കട്ടളയുടെ ഭാഗമാണ്. മെയിൻ കട്ടളയുടെ പോർഷനിൽ വരുന്ന ഭാഗങ്ങളാണ്. അതിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന ചിത്രപ്പണികളാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ വളരെ പഴക്കമുള്ള, നമുക്ക് പഴയ കൊത്തുപണികളും ഇപ്പോഴത്തെ ആധുനിക രീതിയിലുള്ള കൊത്തുപണികൾ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഒരു വർക്ക്ഷോപ്പുകൾ സന്ദർശിച്ചപ്പോൾ ഇതേ രീതിയിൽ പഴയ പൊളിച്ചെടുക്കുന്ന ബർമ തടികൾ കൊണ്ട് അവർ ഇതേ രീതിയിൽ ആശാരിമാരെ ഇരുത്തി വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അത് ചെട്ടിനാട് കട്ടളയാണെന്നും പറഞ്ഞ് 4 ലക്ഷം 6 ലക്ഷം രൂപ മതിപ്പ് വില മേടിക്കുന്നതായിട്ടും നമുക്കവിടെ വെച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് മെയിൻ കട്ടളയുടെ ഭാഗമാണ്. അതിൽ തന്നെ നല്ല രീതിയിൽ വർക്കുകളുണ്ട്. ഫ്രണ്ടിലിട്ടുള്ള മെയിൻ വരാന്തയാണത്. ഇതാണ് ഫ്രണ്ട് കട്ടള. ഫ്രണ്ട് കട്ടളയ്ക്ക് ഇത്ര വർക്ക് വരുന്നുണ്ട്. ഡോറ് ചെറുതാണ്. കട്ടള പുറത്തോട്ടെടുത്ത് 2 പോർഷനായിട്ടാണ് അത് ചരിച്ച്, അതിൽ പാനലിങ് പോലെയാണ് അതിൻ്റെ വർക്ക് വരുന്നത്. അവിടെ നിന്ന് നേരോട്ടല്ലാതെ വർക്കുകളുണ്ട്. ഇതിലെല്ലാം ഓരോന്നിലും ഓരോ മുത്തുപോലെ തോന്നുന്നത്. ഒരെണ്ണം മയിലാണെങ്കിൽ ഒരെണ്ണം മറ്റു മൃഗമാല, പക്ഷിമാല, മൃഗമാല, അങ്ങനെ ചില അലങ്കാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് പഴയ നമ്മുടെ പെയിൻറ്റിങ്ങുകളും ഈ നിർമ്മിതികളുമൊക്കെ ഒരേ രീതികളാണ് പിന്തുടരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ആനപ്പുറത്തൊരാളിരിപ്പുണ്ട്, യുദ്ധത്തിന് പോകുന്നൊരു സമാനമായ പ്രതീതിയാണ്. ചെറിയൊരു രൂപമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് താഴെ ഇരുന്ന് നോക്കിയാലേ ആനപ്പുറത്തിരിക്കുന്ന ആളുടെ കുടയുടെ ഉൾവശമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫോണിൽ ചിത്രീകരിക്കുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. നമ്മൾ ഡിജിറ്റൽ ക്യാമറ ആയിരുന്നെങ്കിൽ നമുക്ക് ഡിസൈൻസൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ചാനലിൽ വളരെ ഒരു ഡിലേ വന്നിട്ടുണ്ട് വീഡിയോകളിലിടുന്നത്. കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നുകൂടെ പറയുകയാണ്. നല്ല രീതിയിൽ സപ്പോർട്ട് തരിക. ഇനിയും തുടർന്ന് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ തുടർന്ന് ഇതിനകത്ത് ഇടുന്നതാണ്. പലപ്പോഴും നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ വെച്ച് വീഡിയോ എടുത്തിടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ച് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ പറ്റിയുള്ള അപ്ഡേഷനും എല്ലാം തരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.